ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവർക്കുള്ള ചായ എടുത്തു വെച്ചിട്ടുണ്ടോ താൻ? ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താൻ വാ, നമുക്കൊന്ന് പോയി വിളിച്ചു നോക്കാം. സൂര്യ, അച്ഛാ, അതെന്താ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചപ്പോ അച്ഛന് കൊടുക്കാന്ന് പറഞ്ഞേ? അതോ, അമ്മ അടുപ്പത്ത് ചൂടുവെള്ളം വെച്ചിട്ടാ വന്നത്. അതോർത്തപ്പോ പെട്ടെന്ന് അങ്ങ് പോയതാ. അതാണോ? അച്ഛാ, ഇവിടെ യൂണിയന്റെ പ്രശ്നം ഉണ്ടാക്കിയ ആരെന്നറിയോ? നമ്മുടെ കൃഷ്ണദാസ് ഇല്ലേ, പണ്ട് എസ്റ്റേറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നൊരുത്തൻ. അവന്റെ കൂടെ ബോധമില്ലാത്ത കുറച്ചു പേരുണ്ടായിരുന്നു. ഞാൻ പിന്നെ DVSP വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അരമണിക്കൂർ കൊണ്ട് പ്രോബ്ലം സോൾവ്. അത് നന്നായി മോനെ. വന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. അച്ഛാ, കൽപ്പന എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിക്കൂ. എനിക്ക് അയാളോട് സംസാരിക്കാതെ എന്തോ പോലെ. ഞാൻ പറയാം മോനെ. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവൻ പറഞ്ഞത് കേട്ടില്ലേ പത്മിനി? കൽപ്പനയുടെ ശബ്ദം കേൾക്കാതെ അവന് ബുദ്ധിമുട്ടുണ്ടെന്ന്. ആരെ അവൻ സ്നേഹിക്കുന്നത്? ആരെ ആ പാവം വിശ്വസിക്കുന്നത്? ഇപ്പൊ നമ്മൾ മറച്ചു വെച്ചാലും പറയാതിരിക്കാൻ പറ്റുമോ? പത്മിനി, അവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. പെട്ടെന്നൊരു ഷോക്ക് വന്നാൽ അവൻ താങ്ങില്ല. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ. നമുക്കെല്ലാവർക്കും കൂടിയിരുന്ന് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതുവരെ കൽപ്പന ഫോൺ എടുക്കാത്ത എന്താണെന്ന് അവൻ ചോദിച്ചുകൊണ്ടിരിക്കില്ലേ? കള്ളം പറയണം, അല്ലാതെ എന്താ മാർഗം? നമ്മുടെ വിധി ഇതായിപ്പോയില്ലേ? നാട്ടിൽ ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞാ അവര് നമ്മളെ പിന്നെ എങ്ങനെയാ കാണുക പരമേശ്വരേട്ടാ? ഒരു ചൊല്ലുണ്ട്, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനും മീതെ പറക്കണം. ജീവിതം വേണ്ടാത്തവർക്ക് അത് ചവിട്ടിക്കുഴച്ചു കളയാൻ എളുപ്പമാ. ജീവിക്കാൻ തീരുമാനിച്ചവർക്ക് പിടിച്ചു നിന്നേ പറ്റൂ. നമ്മുടെ മോനെ നമുക്ക് ചേർത്ത് പിടിക്കണം. അവൻ വീണു പോകാതെ നമുക്ക് നോക്കണം. മോളെ, എന്താ മുത്തശ്ശി? എടി എഴുന്നേക്ക്, എഴുന്നേറ്റത് കുടിച്ചേ. എനിക്ക് വേണ്ട മുത്തശ്ശി. എടി, ഇത് ചായയല്ല, ബൂസ്റ്റ് ഇട്ട പാലാ. എണീക്ക്. ബൂസ്റ്റോ? നിന്നെ തീറ്റിക്കാൻ വേണ്ടിയേ യശോദ വാങ്ങിച്ച അടുക്കളയിൽ വെച്ചിരിക്കുന്നതാ. ഞാനത് കണ്ടെത്തി കുറച്ചിങ്ങെടുത്തു. ദാ മോളിത് കുടിക്ക്. നമുക്കേ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ളതാ. അപ്പൊ ശരീരത്തിന് നല്ല ആരോഗ്യം വേണം. അപ്പൊ ഇനി എന്നും മുത്തശ്ശി നിനക്ക് ബൂസ്റ്റ് തരാം. പക്ഷേ ബൂസ്റ്റ് മാത്രം പോരാ മുത്തശ്ശി. എനിക്കിവിടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും പിടിക്കുന്നില്ല. പുറത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരുമോ? ചിക്കൻ ഫ്രൈയോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും? അതെ, അതിന്റെയൊക്കെ മണം വന്നാലേ ഈ രണ്ടെണ്ണവും നമ്മളെ പിടിക്കും. അതുകൊണ്ട് തൽക്കാലം പുറത്ത് ചാടുന്നത് വരെ ഇവിടുത്തെ അടുക്കളയെന്ന് നമുക്ക് കട്ട് കഴിക്കുന്നത് മതി. എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് മുത്തശ്ശി. അയ്യോ പോട്ടടാ, നല്ല കാലം വരുമ്പോഴേ കഷ്ടപ്പാടിന്റെ കാര്യമൊക്കെ തനിയേ അങ്ങ് മറന്നോളൂ. കുടിച്ചോ. അമ്മയ്ക്കും ബ്രേക്കും ചായ കൊടുത്തോ? ഞാൻ കൊടുത്ത ഒന്നും കഴിക്കില്ലല്ലോ. മുമ്പ് അമ്മ കഴിക്കുമായിരുന്നു, ഇപ്പൊ അമ്മയും നിർത്തി.
ഇതെന്ത് ഭാവിച്ച അവരിങ്ങനെ? അമ്മയുടെ വാശി കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. അവർക്കുള്ള ചായ എടുത്തു വെച്ചിട്ടുണ്ടോ താൻ? ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താൻ വാ, നമുക്കൊന്ന് പോയി വിളിച്ചു നോക്കാം. മുത്തശ്ശി, നമ്മുടെ ഈ പട്ടിണി സമരം കാരണം ശരിക്കും കുടുംബം മൊത്തം പട്ടിണിയായി അല്ലേ? പിന്നല്ലാതെ. നമ്മൾ ആഹാരം കഴിക്കാതെ കിടക്കുന്നത് കൊണ്ട് നിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ചൂടുവെള്ളം പോലും കുടിക്കുന്നില്ല. അമ്മേ, വാതിലുറക്ക്. അയ്യോടി. അമ്മേ, അമ്മേ. ഇങ്ങോട്ടെടുക്ക്. വാതിലുറക്കാൻ. ഞാൻ പോയി തുറന്നിട്ട് വരാം. പ്രേമോളുടെ ചിരിയല്ലേ അമ്മ കേട്ടത്? ആര് ചിരിച്ചു? ദേ അവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അല്ല, പ്രിയങ്ക മോള് ചിരിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. ആഹാ, അതെ, ഞാൻ ചിരിച്ചതാ യശോദേ. എങ്ങനെയാ അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? എടാ, അത് കുഞ്ഞുകാലത്ത് പഠിച്ചതാ. ഇപ്പോഴും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും അല്ല ചോദിച്ചത്. സുഖമില്ലായിരിക്കുന്ന ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അമ്മയ്ക്ക് എങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തോന്നുന്ന? പ്രിയങ്ക മോളുടെ കാര്യത്തിൽ വല്ലാത്ത സങ്കടാണ് എന്നല്ലേ അമ്മ പറയാറ്. എന്നിട്ട് ഇങ്ങനെയാണോ? എനിക്ക് സങ്കടമാണെന്നും പറഞ്ഞേ ഞാൻ അവളുടെ മുമ്പിൽ ഇരുന്നാലേ ആ കൊച്ചു പിന്നെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുവോ? കുട്ടിക്കൊരങ്ങ് കിടന്ന് മറിയുന്നത് പോലെയും ചാടുന്നത് പോലെയും അതിന്റെ മുന്നിൽ കിടന്ന് ഞാൻ ഓരോന്ന് കാണിച്ചു നോക്കുക. എങ്ങനെയെങ്കിലും ആ കൊച്ചിന്റെ മാനസിക നില ഒന്ന് മാറ്റിയെടുക്കാൻ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല. രണ്ടുപേർക്കും രാധികയുടെ കാര്യമല്ലേ മനസ്സിലാവൂ.